ഈശോയെ സ്നേഹം നിറഞ്ഞവരെ, കടൽ കടന്ന കനൽ വഴികൾ വർത്തമാന പുസ്തകം പാഠവും പൊരുളും ഒരു ചരിത്ര വിചാരം നമ്മുടെ പഠന പരമ്പര മുന്നോട്ട് പോവുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 25-ാം പാഠമാണ്. ഏവരും സ്നേഹപൂർവ്വം സാധാരണ നമ്മൾ സൂചിപ്പിക്കുന്നത് പോലെ പ്രാർത്ഥനാപൂർവം നമ്മൾ ഈ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പാഠഭാഗത്തിൻ്റെ ഭാഗങ്ങൾ പുസ്തകത്തിൽ നിന്നും 151 മുതൽ 154 വരെയുള്ള ഭാഗങ്ങളിൽ നിന്നും അത് വായിക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ലവനായ ഈശോയെ, അങ്ങയുടെ കൃപയും അനുഗ്രഹവും സമൃദ്ധമായി ഞങ്ങൾ ചൊരിയണമേ. പ്രത്യേകിച്ച് കൂടുതൽ തീക്ഷ്ണതയോടെ സഭയുടെ ചരിത്രങ്ങൾ പഠിക്കുവാനും അങ്ങനെ കൂടുതൽ സഭയെ സ്നേഹിച്ചിട്ട് മുന്നോട്ട് പോകുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് സമൃദ്ധമായി നൽകി അനുഗ്രഹിക്കണമേ. പരിശുദ്ധമേ മാതാവേ, മാർ യോസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ മാധ്യസ്ഥം വഹിക്കണമേ. ക്ലാസ് നടത്തുന്നവരെയും പങ്കെടുക്കുന്നവരെയും ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന എല്ലാവരെയും ഈശോയെയും നിൻ്റെ ദുരഹൃദയത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേൽ കനിവായിരിക്കണമേ. പ്രിയ സഹോദരങ്ങളെ, പാറേമാക തോമാ കത്തുനാരുടെ വർത്തമാന പുസ്തകത്തിലെ 25-ാം പാഠത്തെ ആസ്പദമാക്കി കപ്പൽ യാത്രയ്ക്ക് മുൻപുള്ള ഒരുക്കങ്ങളെക്കുറിച്ചുള്ള വിവരണമാണ് ഇന്ന് പഠനവിധേയമാക്കുക. കപ്പൽ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ മലങ്കര സഭയുടെ ചരിത്രത്തിലെ സുപ്രധാനമായ റോമാ യാത്രയുടെ മുൻകൊരുക്കങ്ങളെ വളരെ തന്മയത്തോടെയാണ് ഈ ഭാഗത്ത് വിവരിക്കുന്നത്. ഇതിനും നമ്മൾ 5 പ്രധാന ആശയങ്ങളിലായിട്ടാണ് ക്രമീകരിച്ചിരിക്കുക. 1. ദൈവത്തിനു സ്തുതിയും യാത്രയയപ്പും. ചോദിക്കുവിൻ ലഭിക്കുമെന്ന സുവിശേഷവാക്യം സഫലമായതിൽ ദൈവത്തിനു നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം ആരംഭിക്കുന്നത്. മൈലാപ്പൂരിലെ വികാരി ജനറലിനോടും മെത്രാൻ്റെ സെക്രട്ടറിയോടും യാത്ര പറഞ്ഞ് അവർ ചിന്നപട്ടണത്തേക്ക്, അതായത് മദ്രാസിലേക്ക് യാത്ര തിരിച്ചു. കപ്പൽ യാത്രയ്ക്ക് ആവശ്യമില്ലാത്ത വസ്ത്രങ്ങൾ അഗതികൾക്ക് ദാനം ചെയ്യുകയും ചെയ്തു. 2-ാമത്തെ കാര്യം, ചിന്നപട്ടണത്തെ കപ്പൂച്ചിൻ പാതിരിമാർ. ചിന്നപട്ടണത്ത് എത്തിയവർ അവിടുത്തെ കപ്പൂച്ചിൻ പാതിരിമാരെ സന്ദർശിച്ചു. ഫ്രഞ്ചുകാർ, ഇറ്റലിക്കാർ, പറങ്കി, അർമേനിയക്കാർ എന്നിവരെ 4 ദേശക്കാരായ പാതിരിമാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇതിൽ അർമേനിയക്കാരനായ പാതിരിക്ക് മൽപ്പാനുമായി മുൻപ് ഫ്രാൻസിൽ വെച്ച് പരിചയമുണ്ടായിരുന്നു. 3-ാമത്തെ കാര്യം, കർമ്മലിത്ത പാതിരിയും കത്തുകളും. അവിടെ വെച്ച് തന്നെ അവർ ബോംബെയിലേക്ക് പോകുന്ന ഒരു കർമ്മലിത്ത പാതിരിയെ കണ്ടുമുട്ടി. കേരളത്തിലെ കത്തോലിക്കർ റോമിലേക്ക് കൊടുത്തയച്ച കത്തുകൾ ഇദ്ദേഹം മൽപ്പാനെ ഏൽപ്പിച്ചു. ആ കത്തുകൾ തങ്ങൾക്കെതിരാണെന്ന് അറിഞ്ഞിട്ടും വാഗ്ദാനലംഘനം വരുത്താതെ അവ റോമിലെത്തിക്കാൻ മൽപ്പാൻ തീരുമാനിച്ചു എന്നത് അദ്ദേഹത്തിൻ്റെ സ്വഭാവ മഹിമ കാട്ടിത്തരുന്നു. 4-ാമത്തെ കാര്യം, സുറിയാനി കുർബാനയും ജനശ്രദ്ധയും. ചിന്നപട്ടണത്തെ പള്ളിയിൽ വെച്ച് അവർ സുറിയാനി ക്രമത്തിൽ കുർബാന അർപ്പിച്ചു. അതുവരെ അവിടെ തമിഴരും അർമേനിയക്കാരും സുറിയാനി കുർബാന കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഈ പ്രത്യേകത കാണാൻ വലിയൊരു ജനക്കൂട്ടം പള്ളിയിൽ തടിച്ചുകൂട്ടി. കപ്പലിൽ കയറുന്നു. കപ്പിത്താനിൽ നിന്നും അനുമതിപത്രം വാങ്ങിയ ശേഷം അവർ കപ്പലിലേക്ക് തിരിച്ചു പോകുന്ന വഴി തെരുവിൽ കെട്ടിയിരുന്ന പുലിയെ കണ്ടത് അവർക്ക് കൗതുകരമായി. ഒടുവിൽ സുഹൃത്തുക്കളോടൊപ്പം വിശ്വാസികളോടും കൂടി ചേർന്ന് യാത്ര പറഞ്ഞ് ഇംഗ്ലണ്ടിലേക്ക് അയക്കുന്ന 2 കുഞ്ഞുങ്ങളോടൊപ്പം അവർ കപ്പലിൽ പ്രവേശിച്ചു. ഇന്നത്തെ ക്ലാസ് ഇവിടെ സമാപിക്കുകയാണ്. പുസ്തകത്തിലെ 151 മുതൽ 153 വരെയുള്ള പാഠഭാഗങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും വായിക്കുകയും ചെയ്യുമല്ലോ. ക്ലാസ് 1-2 തവണ കേൾക്കുകയും ചെയ്യുക. എന്നാൽ ഇതുവരെയുള്ള ക്ലാസ്സുകൾ കേൾക്കാത്തവർ ഇതൊന്ന് കേൾക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. കപ്പൽ യാത്രയ്ക്കുള്ള ആഗ്രഹം സഫലമായപ്പോൾ പാറേമാക തോമാ കത്തുനാർ ഉദ്ധരിക്കുന്ന സുവിശേഷവാക്യം ഏത്? ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുമെന്നും അന്വേഷിക്കുവിൻ കണ്ടെത്തുമെന്നും. മത്തായി സുവിശേഷം 7-ാം അധ്യായം 7-8 വാക്യങ്ങൾ. കപ്പൽ യാത്രയ്ക്ക് ആവശ്യമില്ലാത്ത വസ്ത്രങ്ങൾ അവർ എന്തു ചെയ്തു? മൈലാപ്പൂരിലെ അഗതികൾക്ക് ദാനം ചെയ്തു. മൈലാപ്പൂരിൽ നിന്നും അവർ എവിടേക്കാണ് യാത്ര തിരിച്ചത്? ചിന്നപട്ടണത്തേക്ക്.
ചിന്ന പട്ടണത്ത് അവർ താമസിച്ചത് ആരുടെ വീട്ടിലായിരുന്നു? അന്തോണി ദൊസോസ എന്ന കച്ചവടക്കാരൻ്റെ വീട്ടിൽ. ചിന്ന പട്ടണത്തെ കപ്പൂച്ചിൻ സഭയുടെ സുപ്പീരിയർ ഏത് രാജ്യക്കാരനായിരുന്നു? ഫ്രഞ്ചുകാരൻ. കപ്പൂച്ചിൻ പാതിരിമാരിൽ മൽപ്പാന് മുൻപേ പരിചയമുണ്ടായിരുന്നത് ആരെയായിരുന്നു? അർമേനിയക്കാരനായ പാതിരിയെ. കർമ്മലിത്ത പാതിരിയെ ചിന്നപ്പട്ടണത്തെ വികാരി പരിഹസിക്കാൻ കാരണമെന്ത്? ഇംഗ്ലീഷ് മാതാമ്മമാരോടൊപ്പം ആടാനും പാടാനും പോയതിനെക്കുറിച്ച് പറഞ്ഞാണ് പരിഹസിച്ചത്. തങ്ങൾക്കെതിരായ കത്തുകൾ കൈവശം കിട്ടിയിട്ടും അത് നശിപ്പിക്കാതെ റോമിലെത്തിക്കാൻ മൽപ്പാൻ തീരുമാനിച്ചത് എന്തുകൊണ്ട്? ഏറ്റെടുത്ത ദൗത്യത്തിൽ വിശ്വാസഭംഗം വരുത്തരുത് എന്ന് കരുതിയതുകൊണ്ട്. ചിന്ന പട്ടണത്തെ പള്ളിയിൽ കുർബാന കാണാൻ തമിഴരും അർമേനിയക്കാരും തടിച്ചുകൂടിയത് എന്തുകൊണ്ട്? അവർ അതുവരെ കാണാത്ത സുറിയാനി ക്രമത്തിലുള്ള കുർബാനയായതുകൊണ്ട്. കപ്പൽ യാത്രയ്ക്കായി വാങ്ങാൻ മറന്നുപോയ സാധനങ്ങൾ എന്തെല്ലാമായിരുന്നു? ലഘുഭക്ഷണത്തിനുള്ള സാധനങ്ങൾ. കപ്പലിൽ കയറാൻ പോകുന്ന വഴിയിൽ അവർ കണ്ട കൗതുകകരമായ കാഴ്ച എന്തായിരുന്നു? പട്ടിയെ കെട്ടിയിടുന്നത് പോലെ തെരുവിൽ പുലിയെ കെട്ടിയിട്ടിരിക്കുന്നത്. മൽപ്പാനും സംഘത്തിനുമൊപ്പം കപ്പലിൽ യാത്ര ചെയ്തിരുന്ന കുട്ടികൾ ആരുടേതായിരുന്നു? കപ്പലിൻ്റെ മേലധികാരിയായ ഇംഗ്ലീഷുകാരൻ്റെ ബന്ധത്തിലുള്ള കുട്ടികൾ.